പെണ്ണത്തിന് ഇവിടെ കാണാനില്ലല്ലോ. നേരത്തെ വന്നോന്ന് എല്ലാരോടും പറഞ്ഞു വെച്ചതാണ്. ഇതിപ്പോ ഞാൻ മാത്രം. 10-20 കൊല്ലം ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ട് ഇപ്പൊ റീയൂണിയൻ വെച്ചേക്കണേ. എന്തൊരു സന്തോഷം എന്നറിയാം, എല്ലാരും കാണും. അയ്യോ, ഞാൻ പഠിച്ച എന്റെ ക്ലാസ് റൂം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല സ്കൂളിന്. ഹലോ, പണ്ടുള്ളവർ പറയണത് കേൾക്കണം. പണ്ടുള്ളവർ പറയണത് അല്പമെങ്കിലും കേൾക്കണം. ഒന്നേ ഉള്ളുവെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും നാട്ടുകാരെ വായിരിക്കണ കേൾക്കേണ്ടി വരും. അതാണ് ഇനിയെങ്കിലും മനസ്സിലാക്കണം കേട്ടാ. ഓക്കെ. ചീത്ത വിളിക്കണ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാ. അല്ല, എന്നെ നല്ല രീതിയിൽ നല്ല തന്ന് വളർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആ രീതിയിലാവും പോലല്ലോ. എടീ ആകൃഗീതേ, ഞാൻ നിന്നെ ആക്രി എന്ന് വിളിക്കും. എടി, നീ ഈ ഇവിടെ കിടക്കണം വളഞ്ഞ പിന്ന്, നെളിഞ്ഞ സ്ലൈഡ്, പകുതി പെൻസില്, റബ്ബർ കട്ട, ഇതെല്ലാം കൂടി പറക്കും നുള്ളി പറക്കി ക്ലാസ്സിൽ നിന്ന് ബാഗിൽ ഇട്ടോണ്ട് പോകണം. നിന്നെ ഞാൻ ആക്രി എന്നല്ല എന്നെ വിളിക്കും. പണ്ട് നിനക്ക് വീണ പേര ഞാൻ അങ്ങനെ വിളിക്കും. ആക്രി ആക്രി ആക്രി. പോട്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെ? എല്ലാരും വർക്കിലാണെന്ന്. ഇവിടെ എന്തോരം പാടുപെട്ടെന്നറിയോ നിങ്ങളെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മുടെ ചുറ്റോട്ടത്ത് തന്നെ കുറച്ചുപേരൊക്കെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ വീട്ടിൽ പോയി വിളിച്ച്, പിന്നെ കുറച്ചുപേരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി, കുറച്ചുപേരെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടി. അങ്ങനെ എല്ലാരും വരും എന്തായാലും. പിന്നെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സംഭവം? ചീമോട്ടരാഴ്ച വരും. ഇവിടെ പണ്ട് നിന്നെ ഡസ്റ്ററിനറിഞ്ഞല്ലേ വരണല്ലോ. അവൻ വരണല്ലോ, അതൊക്കെ മറക്കാൻ പറ്റും. വരണം. ഇത്ര ഇഷ്ടമായിരുന്നാ? അതെ, പിന്നെ അതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ. എന്ത് കാര്യം? ഞാൻ നിന്നെ അന്വേഷിച്ചപ്പോ നിന്നെ കുറിച്ച് വളരെ മോശം അഭിപ്രായം. അത് നിനക്കെന്തിനാ? അതൊക്കെ എന്റെ നീ അതിനൊന്നും ചിന്തിക്കുന്നത്. നമ്മളിവിടെ വന്ന റീയൂണിയൻ കാര്യം, നീ എന്റെ കാര്യം പേഴ്സണൽ കാര്യത്തിൽ ഇടപെടല്ലോ കേട്ടോ. നീ ഞാൻ പറയണ കേക്ക്. എന്താ? നിനക്ക് ഞാൻ ഗീതോപദേശം തരാം. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. എനിക്ക് അല്പസ്വല്പം കളരിയും കരാട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് എന്റെ സ്വയരക്ഷ നോക്കാൻ എനിക്കറിയാം. നിന്റെ ഉപദേശം വേണ്ട. നീ അപ്പൊ കളരിയും കരാട്ടയൊക്കെയാ? അതൊക്കെ കുറച്ചറിയാം. നിനക്ക് കരാട്ടെ കൊണ്ടൊന്നും അറിയാമോ? നീ പറയണേക്കെ പറ. അല്ലെങ്കിൽ പണ്ടേ നീ വീം പഠിക്കാൻ വരുന്നതാണല്ലോ. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ നീ പറ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്? മനുഷ്യ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്? ഗൂഗിളൊന്നുമല്ല. പിന്നെ ഗൂഗിള്. അതെ, എന്റെ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്? ഓക്കെ. എന്താ? 109. തെറ്റിപ്പോയി. 108. തെറ്റൂല, 109 108. 109. നീ ആരോടെ വിളിച്ച് ചോദിച്ചു? ആരെ നിന്നെ പറ്റിച്ച ഇങ്ങനെ പെണ്ണുമ്പിള്ളേ? അവക്കറിയാം എന്റെ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്. അവള് 109 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 109 തന്നെ ആയിരിക്കും. ഏതോ ഒരു മർമ്മം ഇടിച്ച് രണ്ടാക്കിയിട്ടുണ്ട്. അതാണ് 109. എടി, അവൻ വരുമോ? അവൻ വരും. ഈ മുട്ട വരുമോ? അവൻ വരണം. അവനെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ റിയൂണിയൻ പങ്കെടുത്തത്. സ്നേഹോ? നിനക്ക് ഓർമ്മയില്ലല്ലേ? എടി, 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് കണക്ക് മാഷ് ബോർഡിൽ ഇങ്ങനെ കണക്ക് പഠിപ്പിച്ചിട്ട് ഇറങ്ങി പോയപ്പോ ഇവൻ ടെസ്റ്ററിന് അതിന് ഇങ്ങനെ ചോക്കുപൊടിയും വാച്ചിട്ട് എന്റെ മുഖത്തോണ്ടും തേച്ച എനക്ക് ഓർമ്മ. പിന്നെ നിനക്ക് തമാശ. ഞാൻ അന്ന് നാണം കെട്ട് എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നെ കളിയാക്കി ചിരിച്ച് ഓർമ്മയുണ്ടാ? പിറ്റേന്ന് രാവിലെ വന്നിട്ട് അവന്റെ മുഖത്ത് തിരിച്ച് തേക്കണം എന്ന ഞാൻ ആ വാശിയോട് വന്നപ്പോ അവ സ്കൂള് മാറിപ്പോയി. ഇന്ന് ഞാൻ വന്നത് തന്നെ അവന്റെ മുഖത്ത് ചോക്കുപൊടി തേക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വർഷമായിട്ട് ഞാൻ അവനെ നോക്കി നടക്കായിരുന്നു. ഇത് കണ്ട, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത്. ഇന്നലെ ഞാൻ തയ്യക്കടയിൽ ചെന്നിരുന്ന് തച്ച് വാങ്ങിച്ചാണ്. ഇന്ന് ഞാൻ ഈ ചോക്കിട്ട് ഇതിൽ വരയ്ക്കും, അത് മായ്ക്കും, അവന്റെ മുഖത്ത് തേക്കും. നിനക്ക് എന്താണ് 10-20 കൊല്ലം നമ്മൾ പോയിട്ട് എല്ലാവരും കാണുമ്പോ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ തേച്ചിരിക്കും. എന്തൊക്കെ ഇടയിക്കിടന്ന് പറഞ്ഞു. എന്താ സംഭവം? നമ്മൾ 10-20 കൊല്ലം കൂടി കാണുമ്പോ ഈ ഒരു ചോക്കൂടർ കേസ് നിനക്ക് നാണയില്ലേ? എന്നെ തളർത്താൻ നോക്കരുത്. എന്റെ അമ്മ മാത്രം, അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. അമ്മ എന്നെ വളർത്തിയ താരാട്ട് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങ് തളരും. അതല്ലാതെ ഈ ലോകത്തുള്ള ഒരു ഒറ്റ മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല കേട്ടോ. അത് മാത്രമേ എനിക്ക് സെന്റിമെന്റ്സ്. അമ്മ എന്നെ പാട്ട് പാടുന്ന പാട്ടറിയാം. അത് കേൾക്കുമ്പോ ഒരു കുളിർമയാണ് കേട്ടോ. എനിക്കറിയാം. എന്റെ അമ്മച്ചും പാടുമായിരുന്നു. നിന്റെ അമ്മച്ചി പാടുന്ന പാട്ടാണ്. എന്റെ അമ്മച്ചി എന്റെ വീട്ടിൽ വന്നിട്ടാണ് പാടുന്നത്. ഞാൻ എന്റെ അമ്മച്ചി എന്നെ താരാട്ട് പാട്ടി പാടുന്നത്. ആ പാട്ട് അറിയാ? മനസ്സിൻ മടിയിലെ മാന്തളിരിൽ. ആ പാട്ട് പാടുമ്പോണ്ടല്ലോ ഒരു കുളിർമയാ, ഒരു സന്തോഷം. അതാ ഞാൻ പറഞ്ഞത്. പരിപാടി അവരെയൊക്കെ ഒന്ന് വരണം. അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പേര് പറഞ്ഞോല്ലേ? നീ അങ്ങ് വളർന്ന് എന്റെ പൊന്നെ. പണ്ട് നീ ഇങ്ങനെ ഒരു പെൺകൊച്ചായിരുന്നു. പിന്നെ സുന്ദരി സുന്ദരിയായി. നീ പോലീസാ? നീ പോലീസാ? സ്കൂളിൽ ഡെയിലി
വീട്ടില് മുട്ട കൊണ്ടുവന്നിട്ട് ചിമ്മുണ്ടാവനെന്ന് പറഞ്ഞ് പരീക്ഷക്ക് വരെ മുട്ട മേടിക്കണം മുട്ടക്കോര പോലീസ് അല്ലെന്ന് സർക്കിള്. എവിടെ പോണ്? വീട്ടിൽ പോയി 50 രൂപ മീൻ വെച്ച് കൊടുത്തിട്ട് വരാം. പന്തല് പഠിക്കുന്ന ആരാണ്? നിനക്ക് പ്രാന്താ, ഒറ്റ ആടി അടിച്ചെന്നാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പോലീസ് വന്നിരിക്കും അങ്ങനെയൊക്കെയാണ് അവന്. അതൊക്കെ പണ്ട് കൊച്ചിലെ ഹലോ അതൊക്കെ ക്ഷമിച്ചൂടെ നമുക്ക്. ഹലോ ഹലോ എന്താ നിനക്ക് മനസ്സിലായില്ല ഇതാരാണെന്ന്? എനിക്ക് ഇല്ല. എനിക്ക് സുധീഷ എടാ സുധീഷ എടാ പണ്ട് അവന്റെ മുഖത്ത് ഞാൻ ചോക്കോടി ഇത് ആലോചിച്ചിട്ട് ഞാൻ ചിരിക്കും. സ്കൂള് വിട്ട് പോയില്ലേ, ആ സ്കൂളിൽ ചെന്ന് അവിടുത്തെ പിള്ളേരുടെ പറഞ്ഞു അവരൊക്കെ ഭയങ്കര ചിരി. ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. സാറിന് അവൻ കൈത്തൈല് തച്ച് അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമാണ്. എന്തിനാണ് ചുമ്മാ ആവശ്യം? എന്താ പേരെന്നെ പേടിയാ? യൂണിഫോമിൽ നമ്മൾ പേടിയാ? ചെറുതായിട്ട് സാർ പോലീസ് അളിയ ഞാൻ പോലീസുകാരൊക്കെ ഇപ്പോഴല്ലേ, പണ്ട് നമ്മൾ സുഹൃത്തുക്കളല്ലേ. നിന്നെ വിശ്വാസമില്ല. നിന്റെ പഴയ രാജേഷാണെന്ന് നിന്നെ വിശ്വാസമില്ല. എടാ ഞാൻ നിന്റെ പഴയ പഴയ രാജേഷല്ലേ? ഞാൻ പഴയ രാജേഷാണ്. ഞാൻ പഴയ രാജേഷ് അല്ലേ? വിശ്വാസം ആ പഴയ രാജേഷ് അല്ലടാ. രാജേഷ് എന്നാ പറഞ്ഞേ. അപ്പൊ ഇനി എന്ത് വന്നാലും ഞാൻ തേച്ചിട്ടേ പോവുള്ളൂ. അവ എത്ര പ്രാവശ്യം ഇപ്പൊ തേച്ചെന്നറിയാമോ? ശരിയാക്കി തരാടി, ശരിയാക്കി തരാം ഞാൻ. നീ പോടാ. അല്ലടാ നമ്മൾ ഈ വന്നേ ഞാൻ ചോദിക്കട്ടെ, എടാ നമ്മൾ എന്ത് സന്തോഷമായിട്ട് 9ാം ക്ലാസ് വരെ പഠിച്ച, നീ എന്താ പകുതിയായപ്പോ പോയത്? പകുതിയായപ്പോ പോയ വേറൊന്നുമല്ല, അറിയാലോ വീട്ടിലെ ഓരോ പ്രശ്നങ്ങള് കാരണങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് അങ്ങോട്ട് പറയാം. നീ അല്ലായിരുന്നു എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്നത്? അതെ. ഞാൻ വിചാരിച്ചു നീ സിനിമയിലൊക്കെ വല്ല പിന്നണി കഴിക്കണു. അങ്ങനെയൊന്നും പോയി. സത്യം ഇപ്പൊ എന്ത് പാട്ടാണ് പാടാത്ത? പാടണോ? ഒരു നല്ല പാട്ട് പാട്. മനസ്സിൻ മടിയിലെ മാകളിരിൽ മയങ്ങൂ മണിക്കൂറി കനവായി മിഴികളിൽ ഉറങ്ങൂ നീ ഉറങ്ങൂ. എന്താ ഈ ലോകത്ത് എന്തുമാത്രം പാട്ടുണ്ട്. ഈ പാട്ട് തന്നെ പാടണം. നിനക്ക് എന്താ ഇത്ര നിർബന്ധം? പെട്ടെന്ന് ഈ പാട്ടാ വായിൽ വന്നത്. ഞാൻ ശരിക്കും രണ്ടും കൂടെ ചേർന്നിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി. നീ ഒന്ന് പോയേ. എടാ നിന്നെ പണ്ട് സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി നിന്റെ അപ്പൂപ്പൻ വരില്ല, ഞാൻ ഒരു കൊമ്പമീശക്കാരൻ. അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും. ആ ജുബയൊക്കെ ഇട്ട് വലിയ വട്ട കണ്ണടയൊക്കെ വെച്ച് കൊമ്പം മീശയും കാലം കൊടയും പിന്നെ എന്ത് ഗാംഭീര്യം അങ്ങനെ കണ്ടാ തന്നെ പേടിക്കൂലേ? കണ്ടപ്പെടും. പക്ഷെ എന്തേ അപ്പൂപ്പൻ മരിച്ചു? എങ്ങനെ അപ്പൂപ്പൻ മരിച്ചത്? എന്താ ഒരാളുടെ അപ്പൂപ്പൻ മരിച്ചെന്ന് പറയുമ്പോ ചോദ്യചിഹ്നമാണ് ഇടുന്നത്, അല്ല ആശ്ചര്യചിഹ്നം. എങ്ങനെയാ മരിച്ച? അങ്ങനെയല്ല, ആശ്ചര്യപ്പെട്ട് അയ്യോ അപ്പൂപ്പൻ എങ്ങനെയാ മരിച്ച അങ്ങനെ വേണം പറയാൻ. കളിയാക്കുന്നാടെ എന്റെ അപ്പൂപ്പൻ മരിച്ചാൽ കളിയാക്കുന്ന നിങ്ങൾ? നീ ആരാടാ മരിച്ചു വെച്ചാ? അപ്പൂപ്പൻ എന്റെ അപ്പൂപ്പൻ എടാ അത് നമ്മളെ ഇങ്ങനെയാ മരിച്ചു വെക്കുന്ന? എടാ എന്റെ അപ്പൂപ്പന്റെ കയ്യിൽ ഒരു ട്രങ്ക് പെട്ടി ഉണ്ട്. എന്തോ ചെയ്യാലെന്ന് പറയാ. അപ്പൂപ്പൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിരുന്നു. ഗീർ വനത്തിൽ പോയി അപ്പൂപ്പനൊപ്പന്റെ കൂട്ടുകാരനും കൂടെ സിംഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ പോയി. അവിടെ ചെന്ന് സിംഹത്തിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാനും കൂട്ടുകാരൻ സിംഹത്തിനെ കല്ലെടുത്തെറിഞ്ഞു. സിംഹം പാഞ്ഞൊരു വരവ്, കൂട്ടുകാരെ ഓടിക്കളഞ്ഞു. അപ്പൂപ്പൻ ഓടിയില്ല. നിന്റെ അപ്പൂപ്പൻ ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നെഞ്ചും പിരിച്ചൊക്കെ കാലായിട്ട് വലിച്ചു കയറി 1.5 ആഴ്ച ഉണ്ടായിരുന്നു പുലിക്ക്. അതൊക്കെ ഒരേ കഥ. ചിരിച്ച് ചിരിച്ച് സത്യം പറഞ്ഞ എന്താ പുലി. എടാ നിനക്ക് എത്ര പിള്ളേരടാ? നിനക്ക് എത്ര കുട്ടികൾ? 3. ഇപ്പോഴും നിന്റെ കുട്ടികളി മാറിയില്ലല്ലേ? ഇത്രയും ചോക്കുപൊടി കൊണ്ട മനസമാധാനം വരാത്തൊരു ചെറുക്കായി പണ്ട് നമ്മളെ മണി അടിച്ചടക്കണോണ്ടാണ് ഇവനെ കപ്പയാരെന്ന് കേട്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരുമോ? പിന്നെ
പറ എന്തൊക്കെയാണ് നിന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. നീ എന്നെ അന്വേഷിച്ച് സ്റ്റേഷനിൽ എങ്ങനെ വന്നിരുന്ന? ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എതിന്? അത് എന്റെ ചേട്ടന്റെ പേരിൽ ഒരു കേസ് ഉണ്ട്. ഒരാളെ വണ്ടി കെട്ടിയിട്ട് ഇറക്കിക്കൊണ്ട് പോരാനായിട്ട് കാരോടച്ച റെസിറ്റ് കൊണ്ടുവന്നു. അതൊന്നും അതെങ്ങനെ ശരിയാവും? അവിടെ വന്നിട്ട് എന്റെ പേരും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമല്ലായിരുന്നാ? പിന്നെ മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും? സത്യം പറഞ്ഞു എന്താ ഒന്ന് പറഞ്ഞു ബാബിലോട്ട് ജലദോഷവും പനിയും. അതാണ് നിന്റെ കണ്ണുമുറക്ക് വീങ്ങിയിരിക്കും. നീ ഇത് കാണുന്നുണ്ടോ ആക്രി? ഇപ്പൊ വന്നപ്പം പോലെ ഇത് കാണിച്ചോണ്ടിരിക്കുന്നു. നിനക്കൊന്നും പറയാനില്ല ഇതൊന്നും കണ്ടിട്ട്. നിനക്ക് കാണിക്കാൻ കൊള്ളാവുന്ന പരിപാടിയാണ് നീ കാണിക്കണം. എന്താണ്? നീ പണ്ട് ഇവന്റെ മുഖത്ത് ഇതിങ്ങനെ തേച്ച് വെച്ചിട്ട് പോയി. അതിന്റെ പേരിൽ ഇവൻ നിന്നെ തിരിച്ച് ഇത് തേക്കൊന്നും പറഞ്ഞു വന്നപ്പോ നീ ക്ലാസ് മാറിപ്പോയി. ഇവിടെ പിള്ളേര് മുഴുവൻ കളിയാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ? അളിയാ തമാശക്ക് ചെയ്തില്ലേ? എന്ത് തമാശ? നീ വന്നപ്പം പോലെ ഞാൻ വിചാരിച്ചു ഇവള് ഇത് പറയുമെന്ന്. എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടാ. നീ പണ്ട് എന്റെ മുഖത്ത് ഇത് തേച്ചതിന്റെ പേരിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക് ടെസ്റ്ററും ചോക്കും എല്ലാം കൂടെ കൊണ്ട് ഞാൻ വന്നതാണ്. പക്ഷെ നീ ഇവിടെ വന്നപ്പം മുതൽ ഇത് മൊത്തം എന്റെ മുഖത്താണ് തേച്ചോണ്ടിരിക്കുന്നത്. സങ്കടമുണ്ട്, വിഷമമുണ്ട് കേട്ടോ. അളിയ ഞാൻ തമാശക്ക് ചെയ്തില്ലേ? തമാശ ഇതാണ് തമാശ എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോ ഷൂ സൂരാൻ പോയി. അതാ ഇവിടെ ഒരു പാടുണ്ട്. ആരാ പൊളപ്പം പ്രകാശ് കുത്തി തന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നില്ലേ? ഇത് കണ്ട ഡൽഹി കൂട്ടം വെച്ച് കടിച്ചു തന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓരോ ഓർമ്മകളാണ് അളിയ. അതുപോലെ തമാശക്ക് ചെയ്തില്ലേ? അതിനാണ് നീ പ്രതികാരം എന്ന് പറഞ്ഞു വന്നത്. നിനക്ക് പ്രതികാരം ചെയ്യണോ? നിനക്ക് പ്രതികാരം ചെയ്യണോ? വേണ്ട വേണ്ട അടി വേണ്ട വേണ്ട അടി ശരിയാവില്ല അടിയടാ ശരിയാവില്ല. ഉള്ളൂ ആരാണ് തറയും ചുമ്മാ ആവശ്യമില്ലാതെ ഒരു സന്തോഷമില്ല. ഇവളെ മുഖത്തും കൂടി ഇരിക്കട്ടെ. ഓള് പറഞ്ഞത് ഹലോ വേണ്ട 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 എന്റെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ ഞാൻ ഇതാ പറഞ്ഞത്. എന്റെ മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കണം. അവന്റെ മുഖത്ത് ആരോ ചോക്ക് പൊടിച്ച് തേച്ചെന്ന്. അതിപ്പോ തന്നെ കൊണ്ടുപോയി ചോക്ക് കൊണ്ടുപിടിച്ച് അവൻ ചെറുക്കന്റെ മുഖത്ത് തിരിച്ച് തേക്കണം. ഇല്ലെങ്കിൽ എന്നെ പോലെ ഇതേപോലെ പ്രതികാരം ഒന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ലൈഫേ കളയും. ഇങ്ങനെ പോലും മണ്ടായി എന്താണ്